Pick out the lines which mean emeralds, rubies and pearls are transient. Abhi bara. तो emeralds, rubies, all, but as the glitter of Glitter of. a rainbow trickling out, empty air, and must pass away. ഇന്നലെ ഇത് നിന്നോട് പഠിച്ചിട്ട് വരാൻ വേണ്ടി പറഞ്ഞല്ലേ, എന്നിട്ട് ഇപ്പൊ തപ്പി കളിക്കുക. ഇന്നലെ ഞാനിത് പഠിച്ചതാ, പെട്ടെന്നെന്തോ. നീ ഇപ്പൊ കുറച്ച് മടിച്ചായി വരുന്നുണ്ടല്ലേ. അത് എക്സാം വരുമ്പോ കാണാൻ നിനക്ക്. ഞാൻ പറഞ്ഞില്ലാന്ന് വേണ്ട. കണ്ണാ, നീ ഇന്നലെ തലവേദനയാന്ന് പറഞ്ഞു പോയതല്ലേ. തന്ന പോർഷനൊക്കെ പഠിച്ചോ അല്ലെങ്കിൽ കിടന്നുറങ്ങിയോ? കിടക്കാൻ നോക്കിയതാ, അമ്മ വിട്ടില്ല, പിന്നെ ഇരുന്നങ്ങ് പഠിച്ചു. ആണോ? എന്നാ ചോദിക്കട്ടെ. വാട്ട് ഡു യു തിങ്ക് വാസ് ഷാജഹാൻസ് ഹാർട്ട്സ് പെയിൻ? The memory of his lovable wife Mumtaz. He want to preserve it by building a monument. ഓക്കെ ഓക്കെ, അതാണ് കണ്ണൻ. ഓ, അമ്മ വരാറായി. ബാക്കിയൊക്കെ നാളെ നോക്കാം. നിങ്ങളിപ്പോൾ പോയിക്കോ. ഹായ് അമ്മു. ആ മേഘ്ന, വിട്ടോ ട്യൂഷൻ കഴിഞ്ഞില്ലേ? ഇതെന്താ അമ്മോ കയ്യില്? ഇതൊന്നും വാങ്ങി തിന്നരുതെന്ന് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ എപ്പോഴെങ്കിലും അല്ലേ അമ്മേ? ആ, അതെന്താ അമ്മ ബ്ലൗസിലാക്കി? നീ മണ്ണ് ചുമക്കാനാ സ്കൂളിൽ പോകുന്നേ? ഇവിടുത്തെ പണിയൊന്നും പോരായിട്ട് അവള് ബാക്കി പണി ഉണ്ടാക്കി വെച്ചേ. നമ്മുടെ കയ്യില് വായിലെ മുറുക്കാനൊക്കെ തുപ്പ്, എന്നിട്ട് തിന്ന്. എന്തെങ്കിലും ഇങ്ങനെ മായി തിന്നുവാ? എന്നാ അതും ഇതെല്ലാം മായി തിന്നുന്നത്? കണ്ട അലവിലാതെയെല്ലാം മായി തിന്നലാ? മോളെ, സ്കൂളിൽ നിന്ന് വന്ന പെണ്ണിന് എന്തെങ്കിലും കൊടുക്ക്. അമ്മ കാണുന്നില്ലേ ഞാൻ ചെയ്യുന്ന പണി? അമ്മോ, ആ പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് ചായക്ക് അതൊന്ന് സ്റ്റവിൽ വെച്ച് തിളപ്പിക്ക്. വിശന്നോണ്ട് വരുന്നതല്ല, ഇതൊക്കെ ചോറ് തിന്നിട്ടുണ്ടാവും. എന്നാലും അമ്മേ, പ്രോഗ്രസ് കാർഡ് ഒപ്പിടാൻ അച്ഛൻ തന്നെ ചെല്ലണമെന്ന് ടീച്ചർ പറഞ്ഞു. എന്താ ചെയ്യാ? നീ പറഞ്ഞല്ലേ അച്ഛന് ജോലിയുണ്ട്, അമ്മേ വരുള്ളൂന്ന്. അതൊക്കെ പറഞ്ഞതാ അമ്മേ. അപ്പൊ ടീച്ചർ ചോദിക്കാ, നിന്റെ ഭാവിയാണോ അതോ ഒരു ദിവസത്തെ ജോലിയാണോ നിന്റെ അച്ഛന് വലുതെന്ന്? ആ, പറഞ്ഞത് ശരിയാ. പക്ഷെ നിന്റെ അച്ഛൻ അവിടെ വന്നാലേ ഒരു തരുന്ന ഫോം ഫില്ല് ചെയ്യാനോ ചോദിക്കുന്ന ചോദ്യത്തിന് മറുപടി പറയാനുള്ള അറിവ് വേണ്ടേ? എന്റെ അച്ഛനോട് ചെയ്ത ഏറ്റവും വലിയ പാപാണ് വിദ്യാഭ്യാസം അല്ലാത്തൊരു തന്നെ തലയെ കൊണ്ടുപോയി കെട്ടിവെച്ചേ. ഇനി എങ്ങനെയാ അനുഭവിക്കല്ലേ? കൂട്ടുകാരിയുടെ മുന്നിൽ എൻ്റെ അച്ഛനാണെന്ന് പറഞ്ഞ് പരിചയപ്പെടുത്താൻ പറ്റി കോലമാണോ അച്ഛൻ്റെ ഇത്? എപ്പോഴും ഒരു ലുങ്കിയും കരിയോൾപ്പൂറിന്റെ ഷർട്ടും ഇട്ട് മുറുക്കാൻ തുപ്പൽ ഒലിപ്പിച്ച് ഒരു ഊശാൻ താടിയുമായിട്ടല്ലാതെ കുറച്ച് വൃത്തിയായിട്ട് അച്ഛനെ ഞാനിതുവരെ കണ്ടിട്ടില്ല. എങ്ങനെയാ ഇതിനൊരു പരിഹാരം കാണുമെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. മോളെ, ഇതാണ്ട് വെച്ചാ ഇതെന്താന്ന് നേരത്തെ? 2 വണ്ടി നന്നാക്കാണ്ടേ. കുറേ നേരം ഞാൻ കാത്തുനിന്നു. പിന്നെ പണിക്കാരൊക്കെ അങ്ങോട്ട് പോയി. അപ്പം ഞാൻ അങ്ങോട്ടേക്ക് പോന്നു. എന്നാടാ മീന്? മത്തിയാണമ്മേ. എനിക്ക് എപ്പോഴും മത്തിയാ കിട്ടും. അതെന്നെ കിട്ടാല്ലേ അമ്മേ. മോളെ, ആ തോർത്തെങ്കിലും എടുത്താ. എൻ്റെ വെത്തിലെടുത്തുവാടാ. അയ്യോ എൻ്റെ അമ്മേ, എന്നോടത് വിട്ടുപോയി. എൻ്റെ കാര്യം ഓർമ്മിക്ക, എനിക്കങ്ങ് നേരം ഉണ്ടാ. സാരില്ല അമ്മേ, ഞാൻ കുറച്ചും കൂടെ കഴിഞ്ഞ പീടിയെ പോലെ അപ്പൻ്റെ അമ്മയ്ക്ക് വാങ്ങി കൊണ്ടുതരൂലേ. മോളെ തോർത്തെടുക്കേ. എന്താടോ ഒരു പരുങ്ങല്? അത് പ്രോഗ്രസ് കാർഡ് കിട്ടി അച്ഛാ. ആണോ? മാർക്കൊക്കെ എങ്ങനെയാ മോളെ? മുഴുവനും A+ ആണ് അച്ഛാ. ആണോ? നല്ല മിടുക്കി കുട്ടിയാട്ടോ. പക്ഷെ ഒരു പ്രശ്നമുണ്ട് അച്ഛാ. എന്താ? നാളെ കോണ്ടാക്ട് ചെയ്യാ. പ്രോഗ്രസ് കാർഡ് ഒപ്പിടാൻ അച്ഛൻ തന്നെ ചെല്ലണമെന്ന് ടീച്ചർ പറഞ്ഞു. അതിനെന്താ, അച്ഛൻ വരാലോ. ഓ, നിങ്ങൾ അവിടെ ചെന്നിട്ട് എന്ത് ചെയ്യാനാ? പോരാത്തതിന് ഇംഗ്ലീഷ് മീഡിയം സ്കൂള്. ഇംഗ്ലീഷിൽ എന്തെങ്കിലും ചോദിച്ചാൽ നിങ്ങൾ അവിടെ വായും പൊളിച്ച് നോക്കി നിൽക്കുകയുള്ളൂ. അതും ശരിയാ.
പിന്നെ ഇപ്പം എന്താ ചെയ്യുക? ഞാനൊരു വഴി കണ്ടിട്ടുണ്ട്. എൻ്റെ വലിയേട്ടനെ വിടാം. വലിയേട്ടനാകുമ്പോൾ ഇംഗ്ലീഷൊക്കെ നന്നായിട്ട് കൈകാര്യം ചെയ്യാൻ അറിയാം. ഒരച്ഛൻ്റെ സ്ഥാനത്ത് നിന്ന് എല്ലാ കാര്യങ്ങളും ചെയ്തോളൂ. പിന്നെ അവിടുത്തെ ടീച്ചർമാരാരും അമ്മൂൻ്റെ അച്ഛനാരാന്ന് കണ്ടിട്ടില്ലല്ലോ. വേറെ പ്രശ്നമൊന്നുമില്ലെങ്കിൽ. എന്ത് പ്രശ്നം? അവിടുത്തെ ടീച്ചർമാരാരും നിങ്ങളെ കണ്ടിട്ടില്ല, വലിയേട്ടനെയും കണ്ടിട്ടില്ല. വലിയേട്ടൻ എല്ലാ കാര്യങ്ങളും അറിയാം. ഞാൻ എല്ലാ കാര്യം വിളിച്ചു പറയാം. ഇന്ന് കോണ്ടാക്ട് ഡേ ആയതുകൊണ്ട് സ്വന്തം മാർക്ക് ലിസ്റ്റ് കാണാനും പ്രോഗ്രസ് കാർഡിൽ ഒപ്പിട്ട് തിരിച്ചു പോകാനുമാണ് നിങ്ങൾ വന്നതെന്നറിയാം. എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത് ഈ മീറ്റിംഗ് കഴിയുന്നതുവരെ നിങ്ങൾ ഇവിടെ തന്നെ ഉണ്ടാകണമെന്നതാണ്. കാരണം നിങ്ങൾക്ക് ഒരു മഹത് വ്യക്തിയെ പരിചയപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. ഈ വിദ്യാലയത്തിലെ 2 അനാഥ വിദ്യാർത്ഥികളെ തൻ്റെ വരുമാനത്തിൽ നിന്ന് മിച്ചം വെച്ച കാശുകൊണ്ട് പഠിപ്പിക്കുകയും ഇക്കഴിഞ്ഞ SSLC പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങൾക്കും അവർ A+ കരസ്ഥമാക്കുകയും ചെയ്തു. ഇതിന് അവസരമൊരുക്കിയ ആ പ്രധാന വ്യക്തിയെ നിങ്ങളുടെ അനുവാദത്തോടെ ആദരപൂർവം ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. വേദിയിലിരിക്കുന്ന സാറന്മാരെ, എൻ്റെ മുൻപിലിരിക്കുന്ന കുഞ്ഞുങ്ങളെ, രക്ഷിതാക്കളെ, നമസ്കാരം. എൻ്റെ പേര് സുഗുണെന്ന. എന്ത് മനസ്സിലാക്കിയിട്ടാണ് എൻ്റെ അച്ഛനും അമ്മയും സുഗുണെന്നുള്ള പേരിട്ടതെന്ന് എനിക്കറിയില്ല. എന്തായാലും ഞാനിപ്പോൾ ഇവിടെ ഈ വേദിയിൽ നിൽക്കുമ്പോൾ എൻ്റെ പേരിൽ ഞാൻ അഭിമാനിക്കുന്നുണ്ട്. ഞാനൊരു 2 വീലർ മെക്കാനിക്കാണ്. എനിക്ക് പ്രസംഗിക്കാനൊന്നും അറിയില്ല. അതിൻ്റെ പോരായ്മകളും കുറ്റങ്ങളും കുറവുകളൊക്കെ അതുകൊണ്ടുണ്ടാവും. എനിക്ക് വലിയ വിദ്യാഭ്യാസമൊന്നുമില്ല. പഠിക്കാനൊക്കെ ഞാൻ നല്ല മിടുക്കനേനി. പക്ഷേ വീട്ടിലെ പട്ടിണിയും ബുദ്ധിമുട്ടൊക്കെ കാരണം പറ്റിയില്ല. ചെറുപ്പത്തിൽ എൻ്റെ അച്ഛൻ മരിച്ചുപോയി. വീട്ടിൽ 5 മക്കൾ ഉണ്ടായിരുന്നു. 5 മക്കളെയും പോറ്റാൻ വേണ്ടി അമ്മ വീട് പണിക്ക് പോകുന്നത് കണ്ടപ്പോൾ എൻ്റെ പഠിക്കാനുള്ള മോഹം ഉപേക്ഷിച്ചിട്ട് എൻ്റെ അമ്മേൻ്റെ കൂടെ പോകേണ്ടി വന്നു. പഠിക്കാത്തതിൻ്റെ കുറവ് ഞാൻ മനസ്സിലാക്കിയത് എപ്പോഴാ വെച്ചാൽ, എൻ്റെ മോളെ ഇംഗ്ലീഷ് മീഡിയത്തിൽ ചേർക്കാൻ വേണ്ടി ഞാൻ ആ സ്കൂളിൽ പോയപ്പോഴാണ്. എൻ്റെ ഭാര്യയ്ക്ക് നല്ല വിദ്യാഭ്യാസമൊക്കെ ഉണ്ട്. എൻ്റെ ഭാര്യൻ്റെ നിർബന്ധത്തിനാണ് ഞാൻ എൻ്റെ മോളെ ഇംഗ്ലീഷ് മീഡിയത്തിൽ ചേർത്തിയത്. അങ്ങനെ എൻ്റെ മോള് പഠിച്ച് ഉയരങ്ങളിലേക്ക് ചെല്ലുമ്പോൾ അവളുടെ അമ്മയുടെ കണ്ണിലും ഞാൻ ചെറുതായിക്കൊണ്ടേയിരുന്നു. അതിലെനിക്ക് ഒരുപാട് സങ്കടം ഉണ്ടായിരുന്നു. പക്ഷെ ആ സങ്കടമൊക്കെ ചെറുതായിട്ട് മാറിയത് ഞാൻ ഈ സ്കൂളിലെ 2 അനാഥ കുട്ടികൾക്ക് എനിക്ക് കഴിയുന്ന രീതിയിൽ വിദ്യാഭ്യാസം കൊടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അതുമാത്രമല്ല, എൻ്റെ മോൾക്ക് പ്രോഗ്രസ് കാർഡിൽ ഒപ്പിട്ടെടുക്കാൻ ഭാഗ്യമില്ലാത്ത എനിക്ക് ഈ അനാഥ കുട്ടികൾ അവരുടെ അച്ഛൻ്റെ സ്ഥാനം തന്ന് അവരുടെ പ്രോഗ്രസ് കാർഡിൽ ഒപ്പിടാൻ തന്ന ആ ഒരവസരം എനിക്ക് വളരെ സന്തോഷമുള്ളതാണ്. 10 കൊല്ലമായി ഈ സ്കൂളിലേക്ക് എനിക്ക് വരാൻ പറ്റിയിട്ടില്ല. എൻ്റെ വിദ്യാഭ്യാസ കുറവ് കാരണം എൻ്റെ മകൾ അത് അനുവദിച്ചു തന്നിട്ടില്ല. പക്ഷേ ഇപ്പം എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ സമ്മാനമാണ്
ഈ അനാഥ കുട്ടികളുടെ അച്ഛൻ്റെ സ്ഥാനം. മാത്രമല്ല, അവരെ പ്രോഗ്രസ് കാർഡിൽ ഒപ്പിടാൻ കിട്ടിയ ഒരവസരം. അല്ല, എനിക്കിത്രേ പറയാനുള്ളൂ. നമ്മളെല്ലാവരുടെയും ജീവിതത്തിൽ അച്ഛനും അമ്മയ്ക്കും നമ്മൾ നല്ല നിലയിലെത്തി ജോലി കിട്ടി അതിനുവേണ്ടി ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. അവർ പല വേഷങ്ങളും കെട്ടാറുണ്ട്. മീൻകാരൻ്റെ വേഷം, അല്ലെങ്കിൽ തെരുവച്ചടക്കാരൻ്റെ, അല്ലെങ്കിൽ എന്നെപ്പോലെ ഒരു വർഷാപ്പണിക്കാരൻ്റെ കരിയും പോയും നിറഞ്ഞ ജീവിതം. പക്ഷെ എത്ര വേഷം കിട്ടിക്കഴിഞ്ഞാലും അതൊക്കെ നാളെ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണെന്നുള്ളൊരു ചിന്ത നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. നാളെ നിങ്ങൾക്കൊരു ജോലി കിട്ടി, നല്ല ശമ്പളം കിട്ടി, നല്ല ഉടുപ്പുകളൊക്കെ ഇട്ട് ആ ശമ്പളം നിങ്ങൾ അച്ഛനെ ഏൽപ്പിക്കുന്നതിലല്ല നിങ്ങളുടെ സന്തോഷം. കീറിപ്പറഞ്ഞ വസ്ത്രമാണെങ്കിലും മുഷിഞ്ഞതാണെങ്കിലും ആത്മാഭിമാനത്തോടെ സന്തോഷത്തോടെ അതാണ് എൻ്റെ അച്ഛൻ എന്ന് പറയുന്നതിലാവണം. ഇന്നൊരുപാട് സന്തോഷവും സങ്കടമുള്ള ദിവസമാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരോടുമായി പറയാം, ഞാനൊരു തെറ്റ് ചെയ്തു. പ്രോഗ്രസ് കാർഡ് ഒപ്പിടാൻ വേണ്ടി കൊണ്ടുവന്ന ഇവർ എൻ്റെ വല്യമ്മാവനാണ്. ഒരു കടലിരുമ്പും പോലെ നിങ്ങളുടെ മുന്നിൽ എല്ലാം തുറന്നു പറഞ്ഞ് ഇവരാണ് എൻ്റെ അച്ഛൻ. വിദ്യാഭ്യാസമില്ലാത്തതിൻ്റെ പേരിൽ അച്ഛന് വരം കൊണ്ടുവന്നതാണ് ഞാൻ ഈ അമ്മാവനെ. മാപ്പാക്കണം എന്നോട്. ഈ മനസ്സിൽ ഇത്രയൊക്കെ സങ്കടങ്ങൾ ഉണ്ടായിരുന്നെന്ന് അറിയില്ല അച്ഛ. മനസ്സിലാക്കി തന്നു. എനിക്കെല്ലാം ഒരു ജന്മം മുഴുവനും കിട്ടിയാലും തീരില്ല അച്ഛനോട് ചെയ്ത ഈ തെറ്റിന്റെ പരിഹാരത്തിന്. മാപ്പാക്കണം അച്ഛ. ആർക്കും മനസ്സിലാക്കാൻ പറ്റിയില്ലല്ലോ സൂണേട്ടനെ, എൻ്റെ പെങ്ങക്ക് പോലും. അവൾക്ക് വേണ്ടി പൊറുക്കണം എന്നോട്. മുഷിഞ്ഞു നാറി നിൽക്കുന്ന ഈ അച്ഛന് കഷ്ടപ്പാടിൻ്റെ സുഗന്ധമുണ്ട്. അതാണ് എനിക്കിഷ്ടം. ലോകം മുഴുക്കി കേൾക്കണം ഈ ശബ്ദം. ഇതാണ് എൻ്റെ അച്ഛൻ, ഇതാണ് എൻ്റെ അച്ഛൻ.